അടുത്തത് നമുക്ക് രണ്ട് നിയമനങ്ങൾ നോക്കാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനായത് വി ഹരിനായർ ആണ്. ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 2024 ഫെബ്രുവരി മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന പരീക്ഷകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 2024 ആനുകാലിക വിവരങ്ങൾ എന്ന് പറയുന്നത്. അതെന്തായാലും നമ്മൾ നന്നായി പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. അപ്പൊ നമുക്ക് അത്രയും ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ 2024 ജനുവരി ക്വിക്ക് റിവിഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഫാക്റ്റിലേക്ക് പോകാം. സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവത്തിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ഈ നാടകോത്സവം ആരാണ് സംഘടിപ്പിക്കുന്നത്? നമ്മുടെ സംഗീത നാടക അക്കാദമിയാണ്. നാടകോത്സവത്തിന്റെ പേര് ഓർത്തു വെക്കുക, ഇറ്റ്ഫോക്ക് എന്നാണ്. എന്താണ് പേര്? ഇറ്റ്ഫോക്ക്. അപ്പൊ എന്താണ് ഇറ്റ്ഫോക്ക് എന്ന് പറയുന്നത്? ഇറ്റ്ഫോക്ക് എന്ന് പറയുന്നത് ഒരു നാടകോത്സവമാണ് അല്ലെ. ഇറ്റ്ഫോക്ക് എന്താണ്? ഒരു നാടകോത്സവമാണ്. ഈ നാടകോത്സവം സംഘടിപ്പിക്കുന്നത് നമ്മുടെ സംഗീത നാടക അക്കാദമിയാണ്. അപ്പോൾ സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവം, അതിന്റെ പേരാണ് ഇറ്റ്ഫോക്ക്. ഇറ്റ്ഫോക്കിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരാണ്. അപ്പൊ തൃശ്ശൂരാണ് ഇറ്റ്ഫോക്കിന്റെ വേദി എന്ന് പറയുന്നത് കേട്ടോ. തൃശ്ശൂരാണ് ഇറ്റ്ഫോക്കിന്റെ വേദി. 2024 ഫെബ്രുവരി 9 മുതൽ 16 വരെ ആയിരിക്കും തൃശ്ശൂരിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇറ്റ്ഫോക്ക് നടന്നത്. അപ്പോൾ 2024 ഫെബ്രുവരി 9 മുതൽ 16 വരെയാണ് ഇറ്റ്ഫോക്ക് തൃശ്ശൂരിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. അവിടെ മറ്റൊരു കാര്യം കൂടി ഓർത്തിരിക്കുക, നമ്മുടെ സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേട്ടോ. മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അതുകൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇറ്റ്ഫോക്കിനെ കുറിച്ച് ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സിയാലിനെ കുറിച്ചൊരു ഫാക്ട് ആണ് പഠിക്കാൻ പോകുന്നത്. സിയാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്ന ലോകത്തിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം. ഒരിക്കൽ കൂടി പറയാം, ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ ഒരുങ്ങുന്ന ലോകത്തിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അഥവാ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഭാരത് പെട്രോളിയം കോർപ്പറേഷനുമായിട്ട് ഒപ്പിട്ട കരാറിന്റെ അടിസ്ഥാനത്തിലാണ് സിയാൽ ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ എന്താണ് ഹരിത ഹൈഡ്രജൻ? മുൻപ് പല ക്ലാസ്സുകളിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അതായത് പുനരുപയോഗ സാധ്യതയുള്ള ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഹരിത ഹൈഡ്രജൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ 100% സൗരോർജ്ജത്തിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്? കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സൗരോർജ്ജത്തിൽ നിന്ന് തന്നെയായിരിക്കും സിയാൽ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നതും ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഹരിത ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പൊ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിമാനത്താവളം എന്ത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത്? ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അത് നമ്മുടെ സിയാലാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഒരു കർമ്മസേനയെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഈ കർമ്മസേന ആരാണ് രൂപപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പാണ്. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നമ്മുടെ കുടുംബശ്രീയുമായിട്ട് ചേർന്ന്, സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് കുടുംബശ്രീയുമായിട്ട് ചേർന്ന് ആവിഷ്കരിച്ചിരിക്കുന്ന കർമ്മസേന. എന്തിനു വേണ്ടിയാണ് ഈ കർമ്മസേന ആവിഷ്കരിച്ചിരിക്കുന്നത് നോക്കാം. സേവനങ്ങൾ ക്ഷീരകർഷകരുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്നതിന്, വിജ്ഞാന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനുമായിട്ടാണ്. ഒന്നുകൂടെ പറഞ്ഞ്, എന്തിനു വേണ്ടിയിട്ടാണ്? സേവനങ്ങൾ എന്ത് ചെയ്യണം? ക്ഷീരകർഷകരുടെ വീട്ടുപടിക്കൽ എത്തിക്കണം അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ എന്ത് ചെയ്യണം? മൃഗസംരക്ഷണ വകുപ്പ് വഴി അവരുടെ വീട്ടുപടിക്കൽ എത്തിക്കണം. മാത്രമല്ല എന്ത് ചെയ്യണം? വിജ്ഞാന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനുമായിട്ട് കുടുംബശ്രീയുമായിട്ട് സഹകരിച്ച് നമ്മുടെ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ്, ആരാണ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി? അത് ജെ ചിഞ്ചുറാണിയാണ് അല്ലെ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ചടയമംഗലമാണ് ജെ ചിഞ്ചുറാണിയുടെ മണ്ഡലം എന്ന് പറയുന്നത്. അത് മറ്റൊരു സൈഡിൽ ഓർത്തിരിക്കുക. നോക്കിക്കേ, അങ്ങനെ രൂപീകരിച്ച കർമ്മസേനയാണ് എ ഹെൽപ്പ് എന്ന് പറയുന്നത്. എ ഹെൽപ്പ് കർമ്മസേന. എ ഹെൽപ്പ് എന്താണ്? അക്രഡിറ്റഡ് ഏജന്റ് ഫോർ ഹെൽത്ത് ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് എ ഹെൽപ്പ് എന്ന് പറയുന്നത്? ഒരു കർമ്മസേന
കർമ്മസേനയാണ് കർഷകർക്ക് സേവനങ്ങൾ നൽകാൻ കുടുംബശ്രീയുമായി ചേർന്ന് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് ആരംഭിച്ചിരിക്കുന്ന കർമ്മസേനയാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് വീണ്ടും ഒരു കലോത്സവത്തിലേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ നാടകോത്സവം ഇറ്റ്ഫോക്ക് അവിടെ പഠിച്ചു അല്ലെ. അടുത്തത് നോക്കിക്കുക, ഒരു കലോത്സവമാണ്. പക്ഷെ ഈ കലോത്സവം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? അത് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. ട്രാൻസ്ജെൻഡർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള കലോത്സവമാണ്. അപ്പോൾ ട്രാൻസ്ജെൻഡർ കലോത്സവം 2024 ട്രാൻസ്ജെൻഡർ കലോത്സവം എന്താണ് പേര്? വർണ്ണപ്പകിട്ട് എന്നാണ് പേര് അല്ലെ. നമ്മൾ മുൻപും ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വർണ്ണപ്പകിട്ട്. അപ്പൊ 2024 വർണ്ണപ്പകിട്ടിന്റെ വേദി എവിടെയായിരുന്നു? അത് തൃശ്ശൂരായിരുന്നു അല്ലെ. തൃശ്ശൂരായിരുന്നു 2024 ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ വേദി എന്ന് പറയുന്നത്. നോക്കാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭിന്നലിംഗ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ജെൻഡർ നയം അഥവാ ട്രാൻസ്ജെൻഡർ പോളിസി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് അല്ലെ. ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ കേരള സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ അടുത്തിടെ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ വീണ ജോർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ ഇതുപോലെ ട്രാൻസ്ജെൻഡർ സൗഹൃദമാക്കി മാറ്റും എന്നുള്ള കാര്യം അല്ലെ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ട്രാൻസ്ജെൻഡർ നയം, അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ നയം കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനവും ഇത് തന്നെയാണ്, കേരളം തന്നെയാണ്. അതുപോലെ തന്നെ ഭിന്നലിംഗക്കാർക്കായിട്ട് വർണ്ണപ്പകിട്ട് എന്ന പേരിൽ രാജ്യത്ത് ആദ്യമായിട്ട് കലോത്സവം ആരംഭിച്ച സംസ്ഥാനവും ഇത് തന്നെയാണ്, കേരളം തന്നെയാണ് അല്ലെ. അപ്പൊ 2024 വർണ്ണപ്പകിട്ടിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? തൃശ്ശൂരാണ്. അടുത്തതിലേക്ക് പോകാം. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള അടുത്ത ഫാക്റ്റ് ആണ് ഐറിസ്. ആരാണ് ഐറിസ് എന്ന് പറയുന്നത്? കേരളത്തിലെ ആദ്യത്തെ AI അധ്യാപികയാണ് അല്ലെ. അധ്യാപനം എന്ന മേഖലയിൽ നിർമ്മിത ബുദ്ധിയിലേക്ക് വന്നു, അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി നമ്മുടെ അധ്യാപന മേഖലയിലേക്കും വന്നു. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ AI ടീച്ചറാണ് ഐറിസ് എന്ന് പറയുന്നത് അല്ലെ. ഐറിസ് നമുക്കറിയാം, കേരളത്തിലെ ആദ്യത്തെ AI വാർത്താവതാരകൻ ഇവാനാണെന്ന് നമുക്കറിയാം അല്ലെ. ഇതാ നോക്കിക്കേ, ഐറിസ് കല്ലമ്പനം കടുവയിൽ KTCT സ്കൂളിലാണ് ഐറിസ് എന്ന് പറയുന്ന AI ടീച്ചറിനെ എന്ത് ചെയ്തത്? നടപ്പിലാക്കിയിട്ടുള്ളത്. കേന്ദ്ര നീതി ആയോഗിന്റെ പദ്ധതിയായിട്ടുള്ള അഡൽട്ട് ടിങ്കറിംഗ് ലാബ്, നമ്മുടെ നീതി ആയോഗിന്റെ പദ്ധതിയായിട്ടുള്ള അഡൽട്ട് ടിങ്കറിംഗ് ലാബ്. ഈ അഡൽട്ട് ടിങ്കറിംഗ് ലാബിന്റെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഐറിസ് എന്ന് പറയുന്ന നിർമ്മിത ബുദ്ധി അധ്യാപികയെ കുട്ടികൾക്ക് മുന്നിൽ രൂപകൽപ്പന ചെയ്ത് അവതരിപ്പിച്ചത് കേട്ടോ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ AI ടീച്ചർ അഥവാ നിർമ്മിത ബുദ്ധി ടീച്ചറാണ് ആരെന്ന് പറയുന്നത്? ഐറിസ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുമല്ലോ. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് അഗെയിൻ കേരളത്തെ കുറിച്ചൊരു ഫാക്ട് നമുക്ക് പഠിക്കാം. രാജ്യത്തെ ആദ്യ ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം. രാജ്യത്ത് ആദ്യമായിട്ട് ജില്ലാതലത്തിൽ ആന്റിബയോഗ്രാം നമ്മുടെ എറണാകുളം ജില്ലയിലാണ് എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്? ഈ ഒരു ആന്റിബയോഗ്രാം എന്ത് ചെയ്തിരിക്കുന്നത്? കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് ആന്റിബയോഗ്രാം എന്ന് പറയുന്നത്? ജില്ലാതലത്തിൽ കേരളം ആന്റിബയോഗ്രാം സംഘടിപ്പിക്കുന്നു എന്ന് പഠിച്ചാൽ മാത്രം പോരല്ലോ. എന്താണ് ആന്റിബയോഗ്രാം? ബാക്ടീരിയകൾക്ക് ആന്റിബയോട്ടിക്കുകളോടുള്ള നമുക്കറിയാം, ഇപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗത്തെ തടയാനായിട്ടുള്ള ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക്കുകളോടുള്ള പ്രതിരോധ ശേഷി അളന്ന് ക്രോഡീകരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആന്റിബയോഗ്രാം എന്ന് പറയുന്നത്. ആന്റിബയോട്ടിക്കുകളോടുള്ള പ്രതിരോധ ശേഷി ബാക്ടീരിയകൾക്ക്, അതായത് സാധാരണയായിട്ട് ഇപ്പോൾ ഒരുപാട് കന്നുകാലി കൃഷി മേഖലയിലൊക്കെ ആന്റിബയോട്ടിക്കുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അമിതമായിട്ട് ഉപയോഗിച്ചുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ആന്റിബയോട്ടിക്കുകൾ കാലക്രമേണ മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ മണ്ണിൽ ഉള്ള ബാക്ടീരിയകൾക്ക് ഈ ആന്റിബയോട്ടിക്കിലെ റെസിസ്റ്റൻസ് കൂടുതൽ ലഭിക്കാനായിട്ട് ഇടയാകും. അങ്ങനെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയകളൊക്കെ ഭാവിയിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ അമിത ഉപയോഗവും ദുരുപയോഗവും തടയാനായിട്ട് ഇത് എങ്ങനെയാണ് പ്രതിരോധ ശേഷി എന്ത് ചെയ്യുന്നു? ആന്റിബയോട്ടിക്കുകൾക്ക് എത്രയാണ് ബാക്ടീരിയകളുടെ പ്രതിരോധ ശേഷി എന്ന് അളന്ന് ക്രോഡീകരിക്കുന്നതിനുള്ളതാണ് ആന്റിബയോഗ്രാം എന്ന് പറയുന്നത്. രോഗികളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സാമ്പിളുകൾ സ്വീകരിച്ചാണ് ബാക്ടീരിയകൾക്ക് ആന്റിബയോട്ടിക്കുകളുള്ള പ്രതിരോധ ശേഷി എന്ത് ചെയ്യുന്നത്? അളക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? കേരളത്തിൽ ഇത്തരത്തിലൊരു ജില്ലാതല ആന്റിബയോഗ്രാം കൊണ്ടുവന്നത്.
അടുത്ത നോക്കാം. അടുത്തതൊരു മിന്നൽ പരിശോധനയെ കുറിച്ചാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കുന്ന ഇങ്ങനെ ആയിരിക്കാം, അടുത്തിടെ ഓപ്പറേഷൻ സുതാര്യത എവിടെ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സുതാര്യത? അപ്പോൾ ഓപ്പറേഷൻ സുതാര്യത എന്ന് പറയുന്നത് എവിടെ നടത്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസുകളിൽ നടത്തിയിട്ടുണ്ടായിരുന്ന വില്ലേജ് ഓഫീസുകളിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വില്ലേജ് ഓഫീസുകളിൽ ആര് നടത്തിയാണെന്ന് ചോദിച്ചാൽ വിജിലൻസ് സംഘം നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഓപ്പറേഷൻ അഥവാ ഒരു മിന്നൽ പരിശോധനയാണ്. അപ്പോൾ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് സംഘം നടത്തിയിട്ടുണ്ടായിരുന്ന മിന്നൽ പരിശോധനയാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേഷൻ സുതാര്യത എന്ന് പറയുന്നത് അല്ലെ, ഓപ്പറേഷൻ സുതാര്യത. അപ്പൊ എന്താണ് ഓപ്പറേഷൻ സുതാര്യത എന്ന് പറയുന്നത്? നമ്മുടെ വില്ലേജ് ഓഫീസുകളിൽ ആര് നടത്തിയിട്ടുണ്ടായിരുന്ന വിജിലൻസ് സംഘം നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു മിന്നൽ പരിശോധന. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മിന്നൽ പരിശോധന നടത്തിയിട്ടുണ്ടായിരിക്കുക? അതായത് പൊതുജനങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾക്കുള്ള അപേക്ഷകൾ ഓൺലൈൻ വഴിയായിട്ട് സമർപ്പിക്കാനായിട്ടുള്ള പല സംവിധാനങ്ങളും ഈ വില്ലേജ് ഓഫീസുകളിലുണ്ട്. എന്നാൽ ഈ ഡിസ്ട്രിക്ട് ഓൺലൈൻ പോർട്ടൽ സംവിധാനം അവർ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ? പല വില്ലേജ് ഓഫീസുകളിലും ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഇത്തരത്തിൽ ഓൺലൈനായിട്ട് സംവിധാനങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ സുതാര്യത എവിടെ നടപ്പിലാക്കിയത്? വില്ലേജ് ഓഫീസുകളിൽ കേട്ടോ. വില്ലേജ് ഓഫീസുകൾ ഏകദേശം 88 വില്ലേജ് ഓഫീസുകളിലാണ് വിജിലൻസ് സംഘം ഓപ്പറേഷൻ സുതാര്യത പെട്ടെന്ന് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ പരിശോധനയായിരുന്നു. അടുത്ത നമുക്ക് നോക്കാം കണ്ണൂരുള്ള ഒരു വാർത്ത. കണ്ണൂർ തളിപ്പറമ്പ്. എന്താണ് കണ്ണൂർ തളിപ്പറമ്പ് സംഭവിച്ചത്? നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലം അല്ലെ, ഡിജിറ്റൽ സാക്ഷരത മണ്ഡലമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ തളിപ്പറമ്പാണ്. അപ്പൊ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 2024 ഫെബ്രുവരി 24 പ്രഖ്യാപിച്ച മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ തളിപ്പറമ്പിനെയാണ്. അപ്പൊ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്, നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നഗരസഭ എന്ന് പറയുന്നത് കൊട്ടാരക്കരയാണ് അല്ലെ. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂരാണ്. പഞ്ചായത്ത് വരുമ്പോൾ പുല്ലമ്പാറയാണ്. ഇവിടെ നോക്കിയ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ തളിപ്പറമ്പാണ്. അടുത്തതിലേക്ക് പോകാം. അടുത്തത് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കുറിച്ചാണ് ഒരു വാർത്ത പഠിക്കാനുള്ളത്. എന്താണ് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കുറിച്ച് പഠിക്കാനുള്ളത്? നമ്മൾ സിയാലിനെ കുറിച്ച് പഠിച്ചത് ഹരിത ഹൈഡ്രജനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ഇവിടെ അഗെയിൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈഡ്രജൻ ഇന്ധനത്തെ കുറിച്ചാണ്. എന്താണ് ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ ഇന്ത്യൻ നിർമ്മിത യാനം നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. അപ്പോൾ ഹരിത ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഇന്ധനത്തിൽ കേട്ടോ, ഹരിത ഹൈഡ്രജൻ വരത്തില്ല, ഹൈഡ്രജൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ ഇന്ത്യൻ നിർമ്മിത യാനം നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. പൂർണ്ണമായും ദേശീയമായി രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്ത ഹൈഡ്രജൻ കപ്പലാണ് ആര് നിർമ്മിച്ചത്? കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ചത്. അപ്പൊ നമ്മൾ തദ്ദേശീയമായിട്ടാണ് ഈ ഒരു ഹൈഡ്രജൻ കപ്പൽ എന്ത് ചെയ്തത്? നമ്മൾ രൂപകൽപ്പന ചെയ്തത്, നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ ഇന്ത്യൻ നിർമ്മിത യാനം നിർമ്മിച്ചത് ആരാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. അടുത്തതിലേക്ക് പോകാം. അടുത്തത് നമുക്ക് നമ്മുടെ കോഴിക്കോട് നിന്നുള്ളൊരു വാർത്ത. നമ്മുടെ കാപ്പാട് ബീച്ചിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. എന്താണ് കാപ്പാട് ബീച്ചിനെ കുറിച്ച് പഠിക്കാനുള്ളത്? ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച, അതായത് കേരളത്തിൽ ആദ്യമായിട്ട് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ. അപ്പോൾ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ, ഡെൻമാർക്കിലുള്ള ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ നൽകുന്ന ഒരു അംഗീകാരമാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത് കോഴിക്കോടുള്ള കാപ്പാട് ബീച്ചിനാണ്. അപ്പൊ നമുക്കറിയാം സംസ്ഥാനത്ത് ഈ സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ ബീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് കാപ്പാട് ബീച്ചാണ്.
ഇന്ത്യയിൽ നമുക്ക് നിലവിൽ 12 ബ്ലൂ ഫ്ലാഗ് ബീച്ചുകളാണ് ഇന്ത്യയിലുള്ളത്. പഠിച്ചു വെച്ചോണം. ഇന്ത്യയിൽ എത്ര ബ്ലൂ ഫ്ലാഗ് ബീച്ചുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 12 ബ്ലൂ ഫ്ലാഗ് ബീച്ചുകളാണ് ഇന്ത്യയിലുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ കേരളത്തിൽ എത്ര ബ്ലൂ ഫ്ലാഗ് ബീച്ചുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഒരേ ഒരു ബ്ലൂ ഫ്ലാഗ് ബീച്ചാണുള്ളത്. അത് നമ്മുടെ കോഴിക്കോട് കാപ്പാട് ബീച്ചാണ്. കോഴിക്കോട് കാപ്പാട് ബീച്ചാണ്. ഇനി നിങ്ങൾ മറക്കില്ലല്ലോ. അടുത്തതൊരു പദ്ധതിയാണ് പഠിക്കാൻ പോകുന്നത്. പദ്ധതിയുടെ പേര് നോക്കിക്കേ, സ്നേഹഹസ്തം എന്നാണ് അല്ലെ. സ്നേഹഹസ്തം ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സ്നേഹഹസ്തം എന്ന് പറയുന്നത്? ആദിവാസി ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ആദിവാസി ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുന്നതിനായിട്ട് നേരിട്ടെത്തിക്കുന്നതിനായിട്ട് നമ്മുടെ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? സ്നേഹഹസ്തം എന്ന് പറയുന്ന പദ്ധതി അല്ലെ. അവർക്ക് ഒരു കൈ അല്ലെ, അവർക്ക് ആരോഗ്യ സേവനത്തിന്റെ ഒരു കരം നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ സ്നേഹഹസ്തം നമ്മുടെ ആദിവാസി ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അടുത്ത വീണ്ടും 2 പദ്ധതികൾ കൂടി ഒന്ന് നോക്കാം. ഒന്ന് ഓർമ്മത്തോണി. ഓർമ്മത്തോണി എന്ന് പറയുന്നത് പേര് കേൾക്കുന്നത് പോലെ തന്നെ അൽഷിമേഴ്സ്, ഡിമെൻഷ്യ ഒക്കെ ബാധിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഓർമ്മത്തോണി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളാണ് അൽഷിമേഴ്സും ഡിമെൻഷ്യയൊക്കെ അല്ലെ. അപ്പോൾ അൽഷിമേഴ്സും ഡിമെൻഷ്യയൊക്കെ ബാധിച്ചിട്ടുള്ള വയോജനങ്ങൾക്കായിട്ട് നമ്മുടെ സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി. അതായത് ഭാവിയിൽ ഇതൊക്കെ ബാധിച്ചിട്ടുള്ള വയോജനങ്ങളെ എങ്ങനെ പരിപാലിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഇങ്ങനെയുള്ള രോഗികൾ ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പരിപാലിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനായിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണ് ഓർമ്മത്തോണി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷനാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് അല്ലേ. ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഡിമെൻഷ്യയും അൽഷിമേഴ്സും ഒക്കെ പോലുള്ള സ്മൃതിനാശ രോഗങ്ങളും നമ്മൾ പറയുന്ന രോഗങ്ങൾ ബാധിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഓർമ്മത്തോണി. അപ്പോൾ ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാൻ വലിയ പാടൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അടുത്തെന്ന് പറയുന്നത് കെയർ എന്ന് പറയുന്ന പദ്ധതിയാണ്. ഈ കെയർ എന്ന് പറയുന്ന പദ്ധതി അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനായിട്ട്, അത് കണ്ടെത്തി നേരത്തെ ചികിത്സ നൽകാനായിട്ടൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതിയാണ് കെയർ എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അപ്പൊ എന്താണ് കെയർ എന്ന് പറയുന്ന പദ്ധതി? കെയർ എന്ന് പറയുന്നത് അപൂർവ രോഗങ്ങൾ കണ്ടെത്തി ചികിത്സ നൽകാനായിട്ടും ഒക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് എന്താ കെയർ എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. കെയർ. അപ്പോൾ ഓർമ്മത്തോടെയും കെയറും 2 പദ്ധതികൾ ഓർത്തിരിക്കുമല്ലോ. ശരി, അടുത്തതിലേക്ക് നമുക്ക് പോകാം. അടുത്തത് കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ്. കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരിങ്ങനെയാണ്, ലഞ്ച് ബെൽ എന്നാണ് കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേര്. ലഞ്ച് ബെല്ല്. അപ്പോൾ കൂടുതലൊന്നുമില്ല. ലഞ്ച് ബെൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഓടി വരണം, ഇതൊരു ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ്. അതായത് സർക്കാർ ഓഫീസുകളുണ്ടല്ലോ, സർക്കാർ ഓഫീസുകളിൽ ഭക്ഷണം ആവശ്യമായിട്ട് വരുമ്പോൾ ഉച്ചഭക്ഷണം എത്തിച്ച് നൽകുക, ചൂടോടെ ലഞ്ച് ബോക്സിനകത്ത് അവർക്ക് ഭക്ഷണം എത്തിച്ച് നൽകാനായിട്ടുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ലഞ്ച് ബെൽ എന്ന് പറയുന്നത്. കുടുംബശ്രീയുടെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള പോക്കറ്റ് മാർട്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലഞ്ച് ബെല്ലിലേക്ക് വേണ്ട ഓർഡറുകൾ എന്ത് ചെയ്യുന്നത് കുടുംബശ്രീ സ്വീകരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സാധനമാണ് ലഞ്ച് ബെൽ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ഒരു ബുക്ക് പഠിക്കാനുണ്ട്, ഒരു പുസ്തകമാണ്. ഈ പുസ്തകം ആരാണ് രചിച്ചതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ വരും. അദ്ദേഹത്തിൻ്റെ പേരാണ് വിശ്വാസ് മേത്ത എന്ന് പറയുന്നത്. വിശ്വാസ് മേത്ത നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വിവരാവകാശ കമ്മീഷണറായിരുന്നു, മുഖ്യ വിവരാവകാശ കമ്മീഷണറും ആയിരുന്നു കേരളത്തിൻ്റെ. അപ്പോൾ നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറിയും മുൻ മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലുള്ള ആത്മകഥയാണ് അതിജീവനം എന്ന് പറയുന്നത്. അതിജീവനം. അപ്പോൾ അതിജീവനം ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ്. വിശ്വാസ് മേത്ത നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മുൻ മുഖ്യ വിവരാവകാശ കമ്മീഷണറും ചീഫ് സെക്രട്ടറിയുമായിരുന്ന മുൻ ചീഫ് സെക്രട്ടറിയുമായിരുന്ന നമ്മുടെ രാജസ്ഥാൻ സ്വദേശിയായിട്ടുള്ള മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ആത്മകഥയാണെന്ത് അതിജീവനം എന്ന് പറയുന്നത്. അടുത്തത് മലയാള സാഹിത്യകാരൻ പ്രഭാവർമ്മയുടെ പുതിയ കൃതിയാണ് കാലപാശം ഒരു നോവൽ എന്ന് പറയുന്നത്. കാലപാശം ഒരു നോവൽ.
അപ്പൊ ഈ കാലപാശം ഒരു നോവൽ, എന്തുകൊണ്ട് പ്രഭാവർമ്മ 2023 സരസ്വതി സമ്മാൻ ജേതാവാണ് പ്രഭാവർമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൃതികൾ കൂടി നമ്മളൊന്ന് ഓർത്തിരിക്കണം. കാലപാശം ഒരു നോവൽ എന്ന് പറയുന്നത് പ്രഭാവർമ്മയുടെ കൃതിയാണ് കേട്ടോ. അപ്പൊ പ്രഭാവർമ്മയുടെ കൃതിയാണ് കാലപാശം ഒരു നോവൽ എന്ന് പറയുന്നത്. അടുത്ത വീണ്ടും ഒരു പദ്ധതിയാണ് തീരദേശ മേഖലകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. തീരദേശ മേഖലകളിൽ നടപ്പിലാക്കുന്ന നമ്മുടെ ഫിഷറീസ് വകുപ്പാണ് അല്ലെ. ഫിഷറീസ് വകുപ്പ് ആരാണ്? ഫിഷറീസ് വകുപ്പ് സജി ചെറിയാനാണ് അല്ലെ. അപ്പൊ അദ്ദേഹം ഫിഷറീസ് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്, സജി ചെറിയാനാണ്. അപ്പൊ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? തീരദേശ മേഖലകളിൽ ലഹരി പുതുതലമുറയിൽ യങ് ജനറേഷനിൽ ലഹരിയുടെ ഉപയോഗം തടയാനായിട്ടും കുറയ്ക്കാനും ഒക്കെ ആയിട്ട് കൊണ്ടുവരുന്ന പദ്ധതിയാണ് ലഹരി വിമുക്ത തീരം എന്ന് പറയുന്നത്. ലഹരി വിമുക്ത തീരം. അപ്പൊ എന്താണ് ലഹരി വിമുക്ത തീരം എന്ന് പറയുന്നത്? ലഹരി വിമുക്ത തീരം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തീരദേശം കണക്ട് ചെയ്യാം. ലഹരി വിമുക്ത തീരം, തീരദേശങ്ങളിൽ പുതിയ തലമുറ ഈ ഒരു ലഹരി ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പുതിയ തലമുറയുടെ ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടിയിട്ട് ഫിഷറീസ് വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് എന്താ? ലഹരി വിമുക്ത തീരം എന്ന് പറയുന്ന പദ്ധതി. അടുത്തത് നമ്മുടെ മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥ എന്ന പേരിലാണ് കേട്ടോ. KM മാണിയുടെ ആത്മകഥ, അടുത്തിടെ പുറത്തിറങ്ങിയ KM മാണിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥ എന്ന് തന്നെയാണ്. ഓക്കെ, അത് ആത്മകഥ എന്ന് തന്നെയാണ്. അടുത്ത് നോക്കിക്കേ, അടുത്ത് നമുക്ക് ഇന്ത്യ ഫാക്ട്സിലേക്ക് പോകാം. ഇന്ത്യ ഫാക്ട്സിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഒരു റെയിൽവേ തുരങ്കപാതയെ കുറിച്ചാണ്. റെയിൽവേ തുരങ്കപാത. അപ്പൊ ഈ റെയിൽവേ തുരങ്കപാത എന്ന് പറയുന്നത്, ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കപാതയാണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാതയാണ്. അപ്പൊ ഇതിന്റെ നീളം എന്ന് പറയുന്നത് 12.77 കിലോമീറ്റർ ആണ്. 12.77 കിലോമീറ്റർ നീളമുള്ള നമ്മുടെ രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാതയുടെ പേരാണ് T50 എന്ന് പറയുന്നത്. T50 ജമ്മു കാശ്മീരിലാണ് T50 സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എന്താണ് T50 എന്ന് പറയുന്നത്? T50 ഒരു റെയിൽവേ തുരങ്കപാതയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആ റെയിൽവേ തുരങ്കപാതയെ കുറിച്ച് പഠിച്ചത്? അത് രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാതയാണ് T50 എന്ന് പറയുന്നത് അല്ലെ. ഇനി ഇതെന്ന് പറയുന്നത് ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ പാതയിലാണ് ഈ ഒരു T50 എന്ന് പേരിട്ടിരിക്കുന്ന തുരങ്കപാത സ്ഥിതി ചെയ്യുന്നത്. ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക്, USBR എന്ന് പറയും. ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പാതയിലാണ് ഈ T50 എന്ത് ചെയ്തിരിക്കുന്നത്? സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തത് ആരാണ്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് എന്ത് ചെയ്തത്? ഈ ഒരു T50 തുരങ്കപാത ഇനാഗുറേറ്റ് ചെയ്ത് കേട്ടോ. ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കപാത T50 ആണ്. ജമ്മുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് 2024 ശതാബ്ദി ആഘോഷിക്കുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആരംഭിച്ച പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അൽ അമീൻ ആണ്. അൽ അമീൻ 1924 ഒക്ടോബറിലാണ് അൽ അമീൻ എന്ത് ചെയ്തത്? ആരംഭിച്ചത്. അപ്പൊ അൽ അമീൻ ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1924 ഒക്ടോബറിലാണ് അൽ അമീൻ ആരംഭിച്ചത്. എന്ത് ചെയ്തു? 2024 ഇതിന്റെ ശതാബ്ദി ആഘോഷിച്ചു അല്ലെ. ശതാബ്ദി എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 വർഷം അല്ലെ. 100 വർഷം. അപ്പൊ 2024 ശതാബ്ദി ആഘോഷിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അല്ലെ. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് ഓർത്ത് വെക്കണേ. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. ഏത് വർഷമാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഈ അൽ അമീൻ എന്ന് പറയുന്ന പത്രം ആരംഭിച്ചതെന്ന് ചോദിക്കാം. അപ്പോൾ അത് നമുക്കറിയാം 1924 അല്ലെ. 1924 നമ്മുടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഈ ഒരു പത്രം എന്ത് ചെയ്തത്? ആരംഭിച്ചത്. ഇനി അൽ ഇസ്ലാം എന്ന് പറയുന്ന മാസിക ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയും അൽ ഹിലാൽ എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് മൗലാന അബുൽ കലാം ആസാദുമാണ്. അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയും അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബുൽ കലാം ആസാദുമാണ് എന്ന് ഓർത്തിരിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതും എന്ത് ചെയ്യാം? ചോദ്യമായിട്ട് വരാം.
കേട്ടോ. അപ്പൊ എന്ത് പഠിച്ചു വെക്കണം, ഇങ്ങനെയുള്ള 100 വർഷം ആരംഭിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും ചോദിക്കും കേട്ടോ. കാരണം കുമാരനാശാൻ അന്തരിച്ചിട്ട് 100 വർഷമായിരുന്നു. 1924 കുമാരനാശാൻ അന്തരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുമാരനാശാൻ അന്തരിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്തിട്ട്. ഓക്കെ, ശരി. അടുത്തത് വാധ്വാൻ. വാധ്വാൻ തുറമുഖ പദ്ധതി എവിടെയാണ് നിലവിൽ വരുന്നത്? നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഒരു മദർ പോർട്ടായിട്ടാണ് വിഴിഞ്ഞം പോർട്ട് വരാൻ പോകുന്നത് അല്ലേ. അപ്പൊ വിഴിഞ്ഞം പോർട്ട് പോലെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പോർട്ട് അല്ലെങ്കിൽ തുറമുഖമാണ് മഹാരാഷ്ട്രയിലെ വാധ്വാൻ തുറമുഖം എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലെ വാധ്വാൻ തുറമുഖം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു പോർട്ട് ഉണ്ടല്ലോ, ആ ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഈ വാധ്വാൻ തുറമുഖം എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. മുംബൈ നഗരത്തിൽ നിന്ന് 140 കിലോമീറ്റർ അകലെ പാൽഘർ ജില്ലയിലെ ദഹാനു താലൂക്കിലാണ് ഈ തുറമുഖം എന്ത് ചെയ്യുന്നത്, നിർമ്മിക്കുന്നത്. പഠിച്ചു വെച്ചോണം. മുംബൈ നഗരത്തിൽ നിന്ന് 140 കിലോമീറ്റർ അകലെ പാൽഘർ ജില്ലയിലെ ദഹാനു താലൂക്കിലാണ് വാധ്വാൻ തുറമുഖം എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത് കേട്ടോ. അപ്പോൾ വാധ്വാൻ തുറമുഖം മഹാരാഷ്ട്രയിലാണ്. സിമ്പിളായിട്ട് LGSകാർക്കും LDCക്കാർക്കും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗമാണ് വാധ്വാൻ തുറമുഖം എന്ന് പറയുന്നത്. വാധ്വാൻ തുറമുഖം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കേബിൾ പാലത്തെ കുറിച്ചാണ്. അപ്പോൾ ഇതെന്താണ് ഈ കേബിൾ പാലത്തിന്റെ പ്രത്യേകത? നോക്കിക്കേ, രാജ്യത്തെ ഏറ്റവും നീളമുള്ള കേബിൾ പാലമാണ്, ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ പാലമാണ് സുദർശൻ സേതു എന്ന് പറയുന്നത്. അപ്പൊ സുദർശൻ സേതു എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ പാലമാണ്. അപ്പൊ ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സുദർശൻ സേതു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. നമ്മൾ കേബിൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ നമ്മുടെ വീട്ടിലെ കേബിൾ TV കണക്ഷൻ അല്ലേ. അപ്പോൾ സുദർശൻ, ദർശൻ എന്ന് പറഞ്ഞാൽ കാണുക അല്ലെ, നല്ലതായിട്ട് ദർശിക്കാൻ, നന്നായിട്ട് ദർശിക്കാൻ നമുക്ക് എന്ത് വേണം? കേബിൾ വേണം എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ കേബിൾ പാലം, ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ പാലം എന്ന് പറയുന്നത് ഗുജറാത്തിലെ സുദർശൻ സേതു ആണ് അല്ലെ. ഇതിനെ ഒഖ ബെയ്റ്റ് ദ്വാരക സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നും ഈ പാലത്തിന്, സുദർശൻ സേതുവിനെ അറിയപ്പെടുന്നുണ്ട്. ഒഖ ബെയ്റ്റ് ദ്വാരക സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നും സുദർശൻ സേതുവിനെ അറിയപ്പെടുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പാലം ബന്ധിപ്പിക്കുന്നത് ഒഖയെയും ബെയ്റ്റ് ദ്വാരക ദ്വീപിനെയും, അതായത് ഗുജറാത്തിലെ ഒഖയെയും ബെയ്റ്റ് ദ്വാരക ദ്വീപിനെയാണ് 2.32 കിലോമീറ്റർ നീളമുള്ള ഈ ഒരു സുദർശൻ സേതു എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്ന സുദർശൻ സേതു. ഓക്കെ, ക്ലിയർ അല്ലേ സുദർശൻ സേതു? അതുപോലെ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലമാണ് ഏതെന്ന് പറയുന്നത് അടൽ സേതു അല്ലെ. അടൽ സേതു നമ്മൾ പറഞ്ഞു, അടൽ സേതു, കടൽ സേതു എന്ന് പഠിച്ചു വെക്കുക എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അടൽ സേതു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലമാണ് അടൽ സേതു എന്ന് പറയുന്നത്. കേബിൾ പാലം ഏതാണെന്ന് ചോദിച്ചാൽ അത് സുദർശൻ സേതു ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. സുദർശൻ സേതു ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ IPCയും CRPCയും എവിഡൻസ് ആക്റ്റും ഒക്കെ എന്ത് ചെയ്യുന്നു, ആ പേര് മാറി. അതുപോലെ തന്നെ ആ നിയമങ്ങളൊക്കെ മാറി ഭാരതീയ ന്യായ സംഹിതയും ഭാരതീയ സുരക്ഷാ സംഹിതയും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സാക്ഷിയും അല്ലെ. അപ്പോൾ ഭാരതീയ ന്യായ സംഹിതയും അതുപോലെ തന്നെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയും ഇന്ത്യൻ എവിഡൻസും ഒക്കെ ആയിട്ടുള്ള ആ പുതിയ നിയമങ്ങൾ എന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നതെന്ന് ചോദിച്ചാൽ 2024 ജൂലൈ 1 കേട്ടോ. 2024 ജൂലൈ 1. അപ്പോൾ നമ്മുടെ രാജ്യത്തെ 3 ക്രിമിനൽ നിയമം അല്ലെങ്കിൽ ക്രിമിനൽ ചട്ടങ്ങൾക്ക് പകരമായിട്ടുള്ള നിയമചട്ടങ്ങൾക്ക് പകരമായിട്ടുള്ള ഭാരതീയ നിയമങ്ങൾ, അതിനാണ് നമ്മൾ ഭാരതീയ നിയമങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഭാരതീയ ന്യായ സംഹിത എന്നും പറയാം കേട്ടോ. ഭാരതീയ ന്യായ സംഹിത IPC ഇനി മുതൽ അറിയപ്പെടുന്നത് ഭാരതീയ ന്യായ സംഹിത എന്നായിരിക്കും അല്ലെ. അതുപോലെ തന്നെ 1898 ക്രിമിനൽ നടപടി ചട്ടം, 1898 1973 ക്രിമിനൽ നടപടി ചട്ടം ഇനി മുതൽ അറിയപ്പെടുന്നത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്നും ഇന്ത്യൻ തെളിവ് നിയമം ഇനി മുതൽ അറിയപ്പെടുന്നത് ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നുമായിരിക്കും അറിയപ്പെടുന്നത് കേട്ടോ. ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന പേരിലും ആയിരിക്കും അറിയപ്പെടുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 2024 ജൂലൈ 1 മുതലാണ് ഈ ഒരു ഭാരതീയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. അടുത്ത് നമുക്ക് നോക്കാം. അടുത്തത് യൂണിയൻ ബജറ്റ്. നമ്മൾ മുൻപ് പല ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലെ. 2024 യൂണിയൻ ബജറ്റ് എന്ന് പറയുന്നത് ഒരു ഇന്ററിം ബജറ്റ് ആയിരുന്നു. കാരണം
എന്താ, ഇലക്ഷൻ അടുത്തിരുന്നത് കൊണ്ട് തന്നെ പൂർണ്ണ ബജറ്റ് അല്ല, ഒരു ഇടക്കാല ബജറ്റാണ് അവതരിപ്പിച്ചത്. നിർമ്മലാ സീതാരാമന്റെ 6ാമത്തെ ബജറ്റ് ആയിരുന്നു അല്ലെ ഈ പറയുന്ന ഇന്ററിം ബജറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച 2ാമത്തെ ധനകാര്യ മന്ത്രിയായിട്ട് ആര് മാറി? നിർമ്മലാ സീതാരാമൻ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം, ആദ്യമായിട്ട് ഇത്തരത്തിൽ 6 ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. മുൻപ് ഇതുപോലെ 6 ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. 6 അല്ല, അദ്ദേഹം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് മൊറാർജി ദേശായി ആണ്. 10 ബജറ്റാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. മൊറാർജി ദേശായിക്ക് ശേഷം 6 ബജറ്റുകൾ അവതരിപ്പിച്ച 2ാമത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മൊറാർജി ദേശായിക്ക് ശേഷം 6 ബജറ്റുകൾ അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് നിർമ്മലാ സീതാരാമനാണ്. നമുക്കറിയാം, നിർമ്മലാ സീതാരാമന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് 2019 അല്ലെ. 2019 ആദ്യ ബജറ്റ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ബജറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ററിം ബജറ്റാണ്, ഇടക്കാല ബജറ്റാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചിട്ടുള്ളത് നമുക്ക് ബജറ്റിനകത്ത് നിന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? കടമെടുപ്പും മറ്റു ബാധ്യതകളുമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഗവൺമെന്റിന് വരുമാനം വന്നിരിക്കുന്നത് 28% വന്നിരിക്കുന്നത് ലോൺസ് ആൻഡ് ബോറോയിങ്സ് ആണ്. കടമെടുപ്പ് മറ്റു ബാധ്യതകളിൽ നിന്നാണ്. നോക്കിക്കേ, 28%. നോക്കിക്കേ, 28% ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റീസ് എന്ന് കിട്ടിയിരിക്കുന്നത് 28%. 28%. ഇനി ഏറ്റവും വലിയ 2ാമത്തെ ചിലവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഏറ്റവും വലിയ 2ാമത്തെ വരവ് കേട്ടോ. ഇത് ഇൻകമാണ്, വരുമാനമാണിത്. അപ്പൊ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് എന്താണ്? ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റീസ് ആണ്. ഇനി ഏറ്റവും വലിയ 2ാമത്തെ വരുമാനം ഏതാണെന്ന് ചോദിച്ചാൽ നോക്കിക്കേ, അത് ആദായ നികുതിയാണ്. ആദായ നികുതി എത്ര ശതമാനമാണ്? ആദായ നികുതി എന്ന് പറയുന്നത് 19% അല്ലെ. 19%. സോ അതിനുശേഷമാണ് നമുക്ക് ഏത് വരുന്നത്? നമ്മുടെ GST അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ വരുന്നത്. GST ഒക്കെ വന്നിട്ട് എത്രയേ ഉള്ളൂ? 18%. അപ്പോൾ ഏറ്റവും വലിയ 2ാമത്തെ വരുമാനം ഏത് തന്നെയാണ്? ആദായ നികുതി തന്നെയാണ്. ഇനി ഏറ്റവും വലിയ ചിലവ്, ഏറ്റവും വലിയ വരുമാനം കടമെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ചിലവെന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ് കേട്ടോ. 20% ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ 2ാമത്തെ അല്ലെങ്കിൽ അതേപോലെ തന്നെ ചിലവുള്ള മറ്റൊരു കാര്യമാണ് സ്റ്റേറ്റുകൾക്കുള്ള ഷെയർ. സ്റ്റേറ്റുകൾക്ക്, സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ടാക്സിലെയും ഡ്യൂട്ടീസിലും സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം ഉണ്ടല്ലോ, അതും 20%. അപ്പൊ ഈ വർഷത്തെ 2024 ബജറ്റിൽ പ്രധാനപ്പെട്ട 2 ചിലവുകൾ 20%. ഏതൊക്കെയായിരുന്നു? ഒന്നെന്ന് പറയുന്നത് ചിലവ് അല്ലെ. ചിലവ് ഏതാണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ പലിശ അടവ്, അത് 20%. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള ടാക്സിന്റെയും ഡ്യൂട്ടീസിന്റെ ഒക്കെ വിഹിതം, അതും 20%. ഓക്കെ, അപ്പൊ ഇന്ററിം ബജറ്റിനകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് കടമെടുപ്പ് മറ്റു ബാധ്യതകളിൽ നിന്നാണ്, 28%. ഏറ്റവും അധികം ചെലവ് പലിശ അടവുണ്ട്. സംസ്ഥാന തീരുവ നികുതി വിഹിതം, സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി തീരുവ വിഹിതമാരും അതും 20% ഇനി ഏറ്റവും വലിയ നികുതി വരുമാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് 19% ആദായ നികുതിയാണ്. ഏറ്റവും വലിയ നികുതി വരുമാനം. GSTയും മറ്റു നികുതികളും 18% മാത്രമാണ് ഉള്ളതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ശരി, അടുത്തതിലേക്ക് നമുക്ക് പോകാം. തമിഴ്നാട്ടിൽ പുതുതായിട്ട് നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ തന്തൈ പെരിയാർ വന്യജീവി സങ്കേതമാണ്. തമിഴ്നാട്ടിൽ ഈറോഡിലാണ് നിലവിൽ വന്നത് കേട്ടോ. അപ്പൊ തമിഴ്നാട്ടിലെ ഈറോഡിലാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ തമിഴ്നാട്ടിൽ നിലവിൽ വന്ന അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ പുതിയ വന്യജീവി സങ്കേതം ഏതാണ്? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതമാണ്. തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതമാണ്. അപ്പൊ തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതം, തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ അത് തന്തൈ പെരിയാറാണ്. തന്തൈ പെരിയാറാണ് തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് കേട്ടോ. തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതം 18ആണ്. അടുത്തത്, ഒരു സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയെ നമുക്ക് നോക്കാം. ഇപ്പൊ സംസ്ഥാനങ്ങളിലെ പുതിയ മുഖ്യമന്ത്രിമാർ ചോദിക്കുന്നുണ്ട്. നോക്കിക്കേ, ചെമ്പൈ സോറൻ ഏതു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്? അദ്ദേഹം ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് നിയമിതനായ വ്യക്തിയാണ്. ജാർഖണ്ഡ്. അപ്പൊ നമ്മൾ പറയാറുണ്ട്, ചോറുണ്ടല്ലോ, ചോറ്. അപ്പൊ ചോറ്
ചെമ്പ് ജാറിലാണ് വെക്കുന്നത് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ചെമ്പൈ സോറൻ ഇങ്ങനെ പഠിച്ചു വെച്ചോ, ചെമ്പൈ സോറൻ, ചെമ്പൈ സോറൻ. ഓക്കെ, ചെമ്പൈ സോറൻ. ഇപ്പൊ ജാർഖണ്ഡ്. അപ്പോൾ ചെമ്പ് ജാറിലാണ് നമ്മൾ ചോറ് വെക്കുന്നത് എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ ചിലപ്പോൾ അത് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ജാർഖണ്ഡ്. അപ്പൊ ജാർഖണ്ഡിലെ പുതിയ മുഖ്യമന്ത്രിയാണ് ചെമ്പൈ സോറൻ എന്ന് പറയുന്നത്. JMM നേതാവാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ഹേമന്ത് സോറൻ, മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ രാജിവെച്ചതിനെ തുടർന്നാണ് ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് ചെമ്പൈ സോറൻ അധികാരത്തിൽ വന്നത് കേട്ടോ. ചെമ്പൈ സോറൻ അധികാരത്തിലേക്ക് വന്നത്. അടുത്ത് നോക്കിക്കേ, 2024 ജനുവരി അവസാനത്തോടുകൂടി പ്രസിദ്ധീകരിച്ച സ്നോ ലെപ്പേർഡ് അസസ്മെന്റ് ഇൻ ഇന്ത്യ സർവേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഹിമപ്പുലികളുടെ എണ്ണം എത്രയാണ്? ഹിമപ്പുലികൾ എന്ന് പറയുമ്പോൾ സ്നോ ലെപ്പേർഡ് അല്ലെ, 718 ഇന്ത്യയിലെ ഹിമപ്പുലികളുടെ എണ്ണം. ഏറ്റവും കൂടുതൽ ഹിമപ്പുലികളുള്ളത് ലഡാക്കിലാണ്. 477 ഹിമപ്പുലികളാണ് ലഡാക്കിലുള്ളത്. 477 ഹിമപ്പുലികളാണ് ലഡാക്കിലുള്ളത്. ഓക്കെ, അപ്പോൾ സ്നോ ലെപ്പേർഡ് അസസ്മെന്റ് ഇൻ ഇന്ത്യ സർവേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഹിമപ്പുലികളുടെ എണ്ണം എത്രയാണ്? 718 718. അതിൽ ഏറ്റവും കൂടുതൽ ഹിമപ്പുലികൾ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് ലഡാക്കിലാണ്. 477 ഹിമപ്പുലികളാണ് എവിടെയുള്ളത്? ലഡാക്കിലുള്ള 477 ഹിമപ്പുലികൾ. അടുത്ത നമുക്ക് നോക്കാം. 2024 ഫെബ്രുവരിയിൽ 2024 75 വർഷം അഥവാ വജ്ര ജൂബിലി ആഘോഷിച്ച ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിയാണ് കേട്ടോ. നമ്മുടെ സുപ്രീം കോടതിയാണ് 2024 75 വർഷം എന്ത് ചെയ്തത്? ആചരിച്ചത്. 1950 സുപ്രീം കോടതി സ്ഥാപിതമായത്. 2024 എന്താഘോഷിച്ചു? 75ാമത് വാർഷികം അല്ലെ, 75ാമത് വാർഷികം ആരംഭിച്ചു. വജ്ര ജൂബിലി അല്ലെ, വജ്ര ജൂബിലി ആഘോഷിച്ചു. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾ കഴിഞ്ഞ മുൻപത്തെ മാസമൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അല്ലെ, 1 നേഷൻ 1 ഇലക്ഷൻ, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? നമ്മുടെ മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് അല്ലെ. അപ്പോൾ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, മണ്ഡല പുനർനിർണയം നടപടി എന്നിവയ്ക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. അപ്പോൾ ഇത് കേന്ദ്രത്തിന്റെ നിലപാടാണ് ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പല സംസ്ഥാനങ്ങൾക്കും അതിൽ എതിർപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ കൂടെ തന്നെ ചില മണ്ഡലങ്ങൾ കൂടി പുനർനിർണയിക്കണം എന്ന ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ മണ്ഡല പുനർനിർണയം എന്നീ തീരുമാനങ്ങൾക്കെതിരായിട്ടുള്ള പ്രമേയം ആദ്യം പാസാക്കിയത് തമിഴ്നാടാണ്. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയെ നിങ്ങൾക്കറിയാം, അത് MK സ്റ്റാലിൻ ആണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന തീരുമാനത്തിനെതിരായിട്ട് റെസല്യൂഷൻ പാസ്സാക്കിയത്. അപ്പൊ ആ സമിതി ഓർത്തിരിക്കുക, സമിതിയുടെ അധ്യക്ഷൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആയിരുന്നു. ഓക്കെ, അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇലക്ടറൽ ബോണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഡൗട്ടുള്ള സാധനമാണ്, എന്താണ് ഇലക്ടറൽ ബോണ്ട്? ഇത് ഒരു കടപ്പത്രമാണ് ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള കടപ്പത്രമാണ്. സാധാരണയായിട്ട് നമ്മൾ കൂപ്പൺ പോലെ പ്രവർത്തിക്കുന്നു. കൂപ്പൺ പോലെ നമ്മൾ സാധാരണയായിട്ട് 10 രൂപയുടെ ഒരു കൂപ്പൺ എൻ്റെ കയ്യിലുണ്ട്. ഒരു ഗിഫ്റ്റ് കൂപ്പൺ ആണെങ്കിൽ ആ 10 രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ കൊണ്ടൊന്ന് കടയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് 10 രൂപ കിട്ടുമല്ലോ. അതുപോലെയാണ് എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിക്ക് 10 രൂപ നൽകണമെങ്കിൽ ഞാൻ SBI സമീപിക്കണം. കാരണം ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരമുള്ള ഏക ബാങ്ക് SBI ആണ്. ഇപ്പോഴല്ല, മുൻപുണ്ടായിരുന്നത്. ഇപ്പോൾ അത് എടുത്തു മാറ്റി കേട്ടോ. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ആ സംവിധാനമേ റദ്ദാക്കി സുപ്രീം കോടതി. അപ്പോൾ മുൻപാണെങ്കിൽ ഞാൻ സുപ്രീം കോടതിയെ സമീപിക്കുന്നു, 10 രൂപ വിലയുള്ള ആ ഒരു കൂപ്പൺ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഇലക്ട്രൽ ബോണ്ട് ഞാൻ SBIയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. നേരെ അത് ആർക്ക് നൽകുന്നു? എനിക്ക് കാശ് നൽകാനുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് നൽകുന്നു. രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ രജിസ്റ്റേർഡ് അക്കൗണ്ട് SBIയിൽ അല്ലെങ്കിൽ ഏത് ബാങ്ക് അക്കൗണ്ടിലാണ് അവരുടെ രജിസ്റ്റേർഡ് അക്കൗണ്ട് വഴി എന്ത് ചെയ്യാം, ഈ 10 രൂപ അവർക്ക് കിട്ടും, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും ഞാൻ കൊടുത്ത 10 രൂപ. ഓക്കെ, ഇതാണ് ഇലക്ട്രൽ ബോണ്ട് തത്വം എന്ന് പറയുന്നത്. ഒരു
കൂപ്പൺ പോലെ, ഗിഫ്റ്റ് കൂപ്പൺ പോലെ പ്രവർത്തിക്കുക. എന്നാൽ ഈ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി സുപ്രീം കോടതി എന്ത് ചെയ്തു? റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് 2024 ഫെബ്രുവരി 15 പുറത്തു കൊണ്ടുവന്നു. 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതി എന്തു പറഞ്ഞു? ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് സ്കീം ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം എന്താണ്? ഇലക്ട്രൽ ബോണ്ടിൽ ഏത് വ്യക്തിയാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് ഈ ഒരു തുക നൽകിയതെന്നുള്ള കാര്യം പൊതുജനങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് ഉണ്ടല്ലോ 2017 ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് എന്ത് ചെയ്യുന്നു? ഇലക്ട്രൽ ബോണ്ട് പദ്ധതി കൊണ്ടുവന്നു. 2018 നിലവിൽ വന്നത് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ മീൻസ് ആശയം. ആദായ നികുതി നിയമം, കമ്പനീസ് നിയമം, ജനപ്രാതിനിധ്യ നിയമം, ഈ പറയുന്ന നിയമങ്ങളുണ്ടല്ലോ, ഇത് ഭേദഗതി ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? 2018 ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സ്കീം നിലവിൽ കൊണ്ടുവന്നത്. അപ്പൊ നമ്മുടെ ആദായ നികുതി നിയമം, കമ്പനീസ് ആക്ട്, ജനപ്രാതിനിധ്യ നിയമം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങള് ഭേദഗതി ചെയ്ത ഈ ഭേദഗതികൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കൂടി സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? ഓൾറെഡി ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന കാര്യം എന്താണ്? ഭരണഘടനാ വിരുദ്ധമാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തിട്ടുണ്ടോ ആ നിയമങ്ങളൊക്കെ എന്താണ്? ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള 5 അംഗ ബെഞ്ചിന്റെ ഉത്തരവാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി എന്ത് പറഞ്ഞിട്ടാണ് ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന പദ്ധതി സുപ്രീം കോടതി റദ്ദാക്കിയെന്ന് ചോദിച്ചാൽ, ഇത് ആർട്ടിക്കിൾ 19(1)(a) പ്രകാരം ഒരു വോട്ടറുടെ അറിയാനുള്ള അവകാശത്തിന് എതിരാണ് ഇലക്ട്രൽ ബോണ്ട് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ 19(1)(a) പ്രകാരം ഇത് വോട്ടറുടെ അറിയാനുള്ള അവകാശത്തിന് എതിരാണ് ഇലക്ട്രൽ ബോണ്ട് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ ഇലക്ട്രൽ ബോണ്ട് നടപ്പാക്കുന്നതിന് വേണ്ടി ഏതൊക്കെ നിയമങ്ങൾ ഭേദഗതി ചെയ്തോ ആ ഭേദഗതി എന്ത് ചെയ്തു? റദ്ദ് ചെയ്തു. അപ്പൊ ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതിന് അധികാരമുള്ള ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. SBIക്ക് മാത്രമായിരുന്നു ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് അധികാരം ഉണ്ടായിരുന്നത്. SBIക്ക് മാത്രമായിരുന്നു കേട്ടോ. അതൊന്ന് ഓർത്തു വെക്കുക. ഇനി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള കടപ്പത്രങ്ങളാണ് എന്താ? ഇലക്ട്രൽ ബോണ്ടുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള കടപ്പത്രങ്ങളാണ് ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. 2024 ഫെബ്രുവരി 15 ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം എന്ത് ചെയ്തത്? സുപ്രീം കോടതി റദ്ദ് ചെയ്തത്. അടുത്തതിലേക്ക് പോകാൻ നമുക്ക്. നോക്കിക്കേ, ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് ടീം റിസോർട്ടാണ് ലോർഡ്സ് 83 എന്ന് പറയുന്നത്. ലോർഡ്സ് 83. നോക്കിക്കേ, എന്തുകൊണ്ടാണ് ആ 83 എന്നുള്ള പേര് വന്നത്? നമ്മുടെ ഇന്ത്യ ആദ്യമായിട്ട് ലോകകപ്പ് നേടിയ വർഷം ഉണ്ടല്ലോ, അപ്പൊ അതിനെ സൂചിപ്പിക്കുന്നതാണ് ആ ലോർഡ്സ് 83 എന്ന് പറയുന്നത്. കപിൽ ദേവാണ് ഈ ഒരു ലോർഡ്സ് 83 എന്ന് പറയുന്ന ക്രിക്കറ്റ് ടീം റിസോർട്ട് എന്ത് ചെയ്ത് ഉദ്ഘാടനം ചെയ്തത്. വയനാട്ടിലെ കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനോട് ചേർന്നാണ് ഈ ഒരു റിസോർട്ട് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് ടീം റിസോർട്ട് ഏതാണ്? ലോർഡ്സ് 83. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്ടിലാണ്. വയനാട്ടിലെ കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനോട് ചേർന്നിട്ടാണ് ലോർഡ്സ് 83 എന്ന് പറയുന്ന ഈ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത നോക്കാം. മുതിർന്ന പൗരന്മാർക്കായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അല്ലെ, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി. സോ അങ്ങനെ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കുന്നതിന് നിലവിൽ വന്ന പദ്ധതിയാണ് അടൽ വയോ അഭ്യുദയ് യോജന എന്ന് പറയുന്നത്. അടൽ വയോ അഭ്യുദയ് യോജന. അപ്പൊ അടൽ വയോ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരും, അത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. അപ്പോൾ നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരിക. അതാണ് അടൽ വയോ അഭ്യുദയ യോജന എന്ന് പറയുന്നത്. നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് ഭക്ഷണം, വെള്ളം, പാർപ്പിടം, ആരോഗ്യം, അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും എന്ത് ചെയ്യുന്നു? അടൽ വയോ അഭ്യുദയ യോജന എന്ന് പറയുന്ന പദ്ധതിയിൽ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ എന്ത് ചെയ്യുന്നു? നടപ്പിലാക്കുന്നു. അതാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത മറ്റൊരു വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന എന്ന് പറയുന്നത്. രാഷ്ട്രീയ വയോശ്രീ യോജന.
ദാരിദ്ര്യ മേഖലയ്ക്ക് അല്ലെങ്കിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക്, അതായത് BPL കാറ്റഗറിയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അത് ഓർത്തിരിക്കുക. BPL കാറ്റഗറിയിലുള്ളവർക്ക് വേണ്ടിയിട്ട് വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള വൈകല്യങ്ങൾ ബുദ്ധിമുട്ടുന്നവർക്ക് ജീവനോപകരണങ്ങൾ എന്ന് പറയുമ്പോൾ വാക്കിംഗ് സ്റ്റിക്സ്, അതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡ്, കാത് കിട്ടാത്തവരുള്ള ഹിയറിംഗ് എയ്ഡ്, കണ്ണട, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ജീവനോപകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ജീവനോപകരണങ്ങൾ നൽകുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ രാഷ്ട്രീയ വയോശ്രീ യോജന BPL കാറ്റഗറിയിലുള്ള വയോജനങ്ങൾക്ക് മാത്രമുള്ളതാണെന്നൊന്ന് ഓർത്ത് വെക്കണേ. അപ്പോൾ BPL കാറ്റഗറിയിലുള്ള വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് ജീവനോപകരണങ്ങൾ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയാണ് അല്ലെങ്കിൽ പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന. മറ്റെന്താണ് നമ്മൾ പറഞ്ഞു, അത് അടൽ വയോ അഭ്യുദയ യോജനയാണ്. എന്താ, ഈ കേന്ദ്ര സർക്കാർ വയോജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പദ്ധതികളും കുടക്കീഴിലാക്കുന്നതാണ് അടൽ വയോ അഭ്യുദയ യോജന എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, അടുത്തത് PM സ്വാനിധി. നമ്മുടെ ബജറ്റിനകത്ത്, കേന്ദ്ര ബജറ്റ് 2024 ഇൻട്രീം ബജറ്റിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് PM സ്വാനിധി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആർക്ക് വേണ്ടിയാണ് നടപ്പിലാക്കുന്നതെന്ന് ചോദിച്ചാൽ തെരുവോര കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടാണ്. തെരുവോര കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഉപജീവന മാർഗം, അതായത് പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രധാനപ്പെട്ട തെരുവുകളിലൊക്കെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്ക് നമ്മുടെ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം കുടുംബശ്രീ വഴി ഒരുക്കുന്ന പദ്ധതിയാണ് PM സ്വാനിധി എന്ന് പറയുന്നത്. കുടുംബശ്രീ വഴി 2ഉം 3ഉം ഘട്ടങ്ങളിലായിട്ട് ചെറിയ ചെറിയ ലോണുകൾ അവർക്ക് എന്ത് ചെയ്യുന്നു, നൽകുന്നു. ചെറുകിട വായ്പാ സൗകര്യം ഈ പറയുന്ന തെരുവോര കച്ചവടക്കാർക്ക് ഒരുക്കി നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് PM സ്വാനിധി എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. അപ്പോൾ ഇത് ബജറ്റിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന പദ്ധതിയാണ്. ഇനി അടുത്തത് നമ്മൾ സോളാർ, ഒരു റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്തിട്ടുള്ള പദ്ധതിയാണ് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. അപ്പം നമ്മുടെ ഈ ഒരു സ്ലൈഡിനകത്ത്, ഈ ഒരു ക്ലാസ്സിനകത്ത് ഒരുപാട് കേന്ദ്ര സർക്കാർ പദ്ധതികൾ കൂടെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇതും നമ്മുടെ ബജറ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ബജറ്റിനകത്ത് ഏതൊക്കെ സ്കീമുകൾ, ഏതൊക്കെ പദ്ധതികൾ മെൻഷൻ ചെയ്യുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഡിഗ്രി നമ്മുടെ ഫൈനൽ സ്റ്റേജ് ഉണ്ടല്ലോ, തേർഡ് സ്റ്റേജിൽ നമ്മുടെ ഹരിത ഹൈഡ്രജൻ മിഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് 2024 ബജറ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പദ്ധതിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ജൻ ആരോഗ്യ യോജന, ആ പദ്ധതിയെക്കുറിച്ച് 5 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പദ്ധതി ഉണ്ടല്ലോ, സോ അത് ബജറ്റിനകത്ത് മെൻഷൻ ചെയ്തിരുന്ന പദ്ധതിയായിരുന്നു. അത് നമ്മുടെ ഫസ്റ്റ് ഫേസിലോ സെക്കൻഡ് ഫേസിലോ ഡിഗ്രിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബജറ്റിനകത്ത് ഏതൊക്കെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ പറയുന്നോ അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മൾ ഈ പറഞ്ഞ PM സ്വാനിധിയും അതുപോലെ തന്നെ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന് പറയുന്ന സോളാർ റൂഫ് ടോപ്പ് പദ്ധതിയൊക്കെ എന്താണ്, ബജറ്റിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്തിരുന്ന പദ്ധതികളാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 1 കോടി കുടുംബാംഗങ്ങൾക്ക് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. 1 കോടി കുടുംബാംഗങ്ങൾക്ക് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുന്നതിനായിട്ട് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഒരു പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയാണ്. ഇപ്പം നമ്മുടെ KSEBയുടെയൊക്കെ സൗര എന്ന് പറയുന്ന പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയാണ് പ്രൈം മിനിസ്റ്റർ സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിന് പ്രതിമാസം 300 യൂണിറ്റ് വരെ എന്ത് ചെയ്യാം, ഈ ഒരു റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയിലൂടെ അവർക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതിനാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ സ്വന്തമായിട്ടൊരു ഊർജ്ജ സ്വയം പര്യാപ്തത വരുന്നതിനോടൊപ്പം ഈ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അവർക്ക് വൈദ്യുതി അവർക്ക് വൈദ്യുതി ഫ്രീ ആയിട്ട് നൽകാനായിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് 2 നിയമനങ്ങൾ നോക്കാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനായത് V ഹരിനായർ ആണ്. ഇദ്ദേഹം മുൻ നിയമ സെക്രട്ടറി ആയിരുന്നു V ഹരിനായർ. അപ്പോൾ ഇദ്ദേഹമാണ് നിലവിൽ നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. വിശ്വാസ് മേത്ത വിരമിക്കുന്ന ഒഴിവിലേക്കാണ് V ഹരിനായർ എന്ത് ചെയ്തത്, നിയമിതനായത്. മുൻപ് നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് അവിടെ കൂടുതലൊന്നും പറയുന്നില്ല. അടുത്ത നോക്കിക്കേ, അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമാണ് ലോക്പാൽ എന്ന് പറയുന്നത് അല്ലേ. ലോക്പാൽ കേന്ദ്രത്തില് അഴിമതി വിരുദ്ധ ഭരണത്തിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ലോക്പാല്. കേന്ദ്രത്തിലെ ലോക്പാലും നമുക്ക് സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ അത് ലോകായുക്തയുമാണ് അല്ലെ.
കേന്ദ്രത്തിൽ ലോക്പാലും സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ അത് ലോകായുക്തയുമാണ്. അപ്പോൾ അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമായിട്ടുള്ള ലോക്പാലിന്റെ അധ്യക്ഷനായിട്ട് നിയമിക്കപ്പെട്ട മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് ആരെന്ന് പറയുന്നത്? ജസ്റ്റിസ് AM ഖാൻവിൽക്കർ എന്ന് പറയുന്ന, അല്ലെ, ഖാൻവിൽക്കർ, ജസ്റ്റിസ് AM ഖാൻവിൽക്കർ എന്ന് പറയുന്നത് നമ്മുടെ ലോക്പാലാണ്. നിലവിൽ ലോക്പാലായിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? ജസ്റ്റിസ് AM ഖാൻവിൽക്കർ എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, നമ്മുടെ കേരള ബാങ്കിന്റെ CEO ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് ജോർട്ടി M ചാക്കോ. പഠിച്ചു വെക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ജോർട്ടി M ചാക്കോ എന്ന് പറയുന്നത് നമ്മുടെ കേരള ബാങ്കിന്റെ CEO ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? ജോർട്ടി M ചാക്കോ. നമ്മൾ കേരള ബാങ്കിൽ പോയിട്ട് ചാക്കിൽ കാശ് കൊണ്ടുവരുന്നു എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. കേരള ബാങ്കിന്റെ CEO ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? ജോർട്ടി M ചാക്കോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പുരസ്കാരത്തിലേക്ക് കടക്കാം. അവാർഡ്സ് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത്. സ്വരാജ് ട്രോഫി 2022-23 സ്വരാജ് ട്രോഫി 2024 എന്ത് ചെയ്തത്? ഇത് പ്രഖ്യാപിച്ചത്. 2024 ഫെബ്രുവരിയിലാണ് 2022-23 സ്വരാജ് ട്രോഫി എന്ത് ചെയ്തത്? പ്രഖ്യാപിച്ചത്. അപ്പൊ നിങ്ങൾക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മികച്ച ജില്ലാ പഞ്ചായത്ത്, അതുപോലെ തന്നെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ തന്നെ മികച്ച ഗ്രാമപഞ്ചായത്ത്, ഇങ്ങനെയാണ് സ്വരാജ് ട്രോഫി എന്ത് ചെയ്യുന്നത്? നൽകുന്നത്, അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം മികച്ച ജില്ലാ പഞ്ചായത്തിൽ ആർക്കൊക്കെയാണ് പുരസ്കാരം ലഭിച്ചതെന്ന് നോക്കാം. 1ാം സ്ഥാനം ലഭിച്ചത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനാണ്. അപ്പോൾ നമ്മുടെ 2022-23 സ്വരാജ് ട്രോഫിയിൽ 1ാം സ്ഥാനം, ജില്ലാ പഞ്ചായത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനാണ്. 2ാം സ്ഥാനം കൊല്ലം ജില്ലാ പഞ്ചായത്തിനാണ് ലഭിച്ചത്. അപ്പോൾ 1ാം സ്ഥാനം ആർക്കാണ് ലഭിച്ചത്? തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനും 2ാം സ്ഥാനം കൊല്ലം ജില്ലാ പഞ്ചായത്തിനുമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിനാണ്. 2022-23 നമ്മുടെ സ്വരാജ് ട്രോഫിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ 3 ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും 1ാം സ്ഥാനമാണ് ലഭിച്ചത് കേട്ടോ. 3 ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക്. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും ചിലപ്പോൾ, അങ്ങനെ ശരിയാണോ എന്ന്. ശരിയാണ്, നിങ്ങൾ പഠിച്ചത് 3 ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് 1ാം സ്ഥാനമാണ് കിട്ടിയത്. കാരണം അവർ 3 ബ്ലോക്ക് പഞ്ചായത്തുകളും ഒരുപോലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചത് കൊണ്ട് 3 ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും 2022-23 സ്വരാജ് ട്രോഫിയിൽ 1ാം സ്ഥാനമായിരുന്നു. അപ്പം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത്, കാസർഗോഡ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിനും മലപ്പുറത്തുള്ള പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിനും കോട്ടയത്തുള്ള വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് 2022-23 സ്വരാജ് ട്രോഫിയിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഒന്ന് നീലേശ്വരം, അല്ലെ, കാസർഗോഡ് നീലേശ്വരം, മറ്റൊന്ന് പെരുമ്പടപ്പ്, മലപ്പുറം പെരുമ്പടപ്പ്, 3 വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത്, അല്ലെ, കോട്ടയം വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത്. ഈ 3 ബ്ലോക്ക് പഞ്ചായത്തുകൾക്കാണ് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകൾക്കുള്ള 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കാം ഗ്രാമപഞ്ചായത്ത്. 1ാം സ്ഥാനം വലിയ പറമ്പയ്ക്കാണ്. കാസർഗോഡ് വലിയ പറമ്പ ഗ്രാമപഞ്ചായത്തിനാണ് 1ാം സ്ഥാനം ലഭിച്ചത്. 2ാം സ്ഥാനം മുട്ടാർ ഗ്രാമപഞ്ചായത്തിനാണ്, ആലപ്പുഴയിലെ മുട്ടാർ ഗ്രാമപഞ്ചായത്തിന്. 3ാം സ്ഥാനം മരങ്ങാട്ടുപിള്ളി ഗ്രാമപഞ്ചായത്ത്, കോട്ടയത്തുള്ള മരങ്ങാട്ടുപിള്ളി ഗ്രാമപഞ്ചായത്തിനാണ് 3ാം സ്ഥാനം ലഭിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന തലമാണ് നമ്മൾ പറഞ്ഞത്. 1ാം സ്ഥാനം വലിയ പറമ്പയ്ക്കാണ്, അല്ലെ. 2ാം സ്ഥാനം ആർക്കാണ് നമ്മൾ പറഞ്ഞു? മുട്ടാർ ഗ്രാമപഞ്ചായത്തിനാണ്, ആലപ്പുഴയിലെ മുട്ടാർ ഗ്രാമപഞ്ചായത്തിനാണ് ഗ്രാമപഞ്ചായത്തുകൾ 2ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 3ാം സ്ഥാനം മരങ്ങാട്ടുപിള്ളി ഗ്രാമപഞ്ചായത്തിനാണ്, കോട്ടയത്തുള്ള മരങ്ങാട്ടുപിള്ളി ഗ്രാമപഞ്ചായത്തിനാണ് 3ാം സ്ഥാനം ലഭിച്ചത്. അപ്പം നമ്മൾ സ്വരാജ് ട്രോഫിയാണ് പറഞ്ഞത്. നമ്മൾ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരത്തിനാണ് ലഭിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. 1ാം സ്ഥാനം 2ാം സ്ഥാനം കൊല്ലത്തിനാണ്, അല്ലെ. ഇനി നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ 3 പേർക്കും 1ാം സ്ഥാനമാണ്. നീലേശ്വരം, പെരുമ്പടപ്പ്, അതുപോലെ തന്നെ നമ്മുടെ വൈക്കം, അല്ലെ. നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം, ഇവർക്ക് 3 പേർക്കും 1ാം സ്ഥാനമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഗ്രാമപഞ്ചായത്തിലേക്ക് വരുമ്പോൾ വലിയ പറമ്പ, മുട്ടാറ്, മരങ്ങാട്ടുപിള്ളി. വലിയ പറമ്പ എന്ന് പറയുന്നത് കാസർഗോഡാണ്. കാസർഗോഡുള്ള ഗ്രാമപഞ്ചായത്താണ് വലിയ പറമ്പ. മുട്ടാർ ആലപ്പുഴയാണ്. മരങ്ങാട്ടുപിള്ളി കോട്ടയത്താണ്. ഓക്കെ, ഇനി നോക്കിക്കേ, സംസ്ഥാന തലത്തില് മുനിസിപ്പാലിറ്റി, മികച്ച മുനിസിപ്പാലിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുരുവായൂർ നഗരസഭയാണ്. ഗുരുവായൂർ നഗരസഭ കേട്ടോ. ഗുരുവായൂർ നഗരസഭ, തൃശ്ശൂർ ഗുരുവായൂർ നഗരസഭ. 2ാം സ്ഥാനം വടക്കാഞ്ചേരി നഗരസഭയ്ക്കാണ്. 3ാം സ്ഥാനം ആന്തൂർ നഗരസഭയ്ക്കാണ്. കണ്ണൂരുള്ള ആന്തൂർ നഗരസഭയ്ക്കാണ് 3ാം സ്ഥാനം ലഭിച്ചത്. അപ്പോൾ നമ്മുടെ
മുനിസിപ്പാലിറ്റി വിഭാഗത്തിൽ 3 സ്ഥാനം കിട്ടിയിട്ടുള്ളവർ, 1 ഗുരുവായൂർ നഗരസഭ, തൃശ്ശൂരുള്ള ഗുരുവായൂർ നഗരസഭ, 2 വടക്കാഞ്ചേരി നഗരസഭ, തൃശ്ശൂരുള്ള വടക്കാഞ്ചേരി, 3 ആന്തൂർ നഗരസഭ, കണ്ണൂരുള്ള ആന്തൂർ നഗരസഭ. ഓക്കെ, ഇനി സംസ്ഥാന തലത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ. ഓക്കെ, നമുക്ക് പഞ്ചായത്ത് ലെവലിൽ വരുമ്പോൾ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ഉണ്ടെങ്കിലും കേരളത്തിൽ നമുക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് വരുമ്പോൾ നഗരസഭയും അതുപോലെ തന്നെ കോർപ്പറേഷനുമാണ് ഉള്ളത് അല്ലേ. അപ്പം നമുക്ക് മികച്ച കോർപ്പറേഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മുനിസിപ്പൽ കോർപ്പറേഷനിൽ 1ാം സ്ഥാനം തിരുവനന്തപുരം കോർപ്പറേഷനാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. കോർപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ലഭിച്ചിട്ടുള്ളത്. മുനിസിപ്പാലിറ്റി വന്നപ്പോൾ 3 മുനിസിപ്പാലിറ്റികളുണ്ട്, ഗുരുവായൂരും വടക്കാഞ്ചേരിയും ആന്തൂറും. ഇനി കോർപ്പറേഷൻ വരുമ്പോൾ 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? തിരുവനന്തപുരം കോർപ്പറേഷനാണ് 1ാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനാണ് ജില്ലാ പഞ്ചായത്തുകൾ 1ാം സ്ഥാനം ലഭിച്ചത് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പം നമ്മൾ പാർട്ട് 1 ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ട് പാർട്ട് 2 എന്ത് ചെയ്യും? അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായിട്ട് ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമുക്കിനി വീണ്ടും പാർട്ട് 2 ആയിട്ട് കാണാം.